സബാഷ്. സ്വസ്ഥമായിട്ട് തൊഴാൻ പോലും മനുഷ്യന് സ്വസ്ഥമല്ലെന്ന് വെച്ചാൽ കഷ്ടമാ. എന്തിനെല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനായിട്ട് കിട്ടിയൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. എന്നാലും എവിടെ പോയാലും അട്ടോട്ട് പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ. അമ്മേ ദേ അമ്മായി, ഒരുപാട് അങ്ങ് ഓവറാക്കല്ലേ. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഞങ്ങൾക്കും അത് തറവാട്ടമ്പലം തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ തൊഴാൻ വന്നത് അതുപോലെ തന്നെ ഞങ്ങളും വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ അവകാശമാണ്. സുധീഷേ, പിന്നല്ല എടാ നമ്മള് തൊഴാനാ വന്നത്. ഓ, നിങ്ങളെ പറ്റി പിന്നെ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങൾ ഇവിടെയാണെന്ന് അറിഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നായിരിക്കും. എന്റെ പൊന്നമ്മായി അങ്ങനൊന്നും അല്ല. തറവാട്ട് അമ്പലത്തിലേക്കൊന്നും വരണമെന്ന് വിചാരിച്ചു. എവിടെയാണ് അമ്പലം എന്ന് അറിയത്തില്ലായിരുന്നു. പറഞ്ഞു തന്നത് വല്യച്ഛനാ. കുടുംബത്തോടെ വന്ന് തൊഴുതു പോണം, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഗംഗയായിട്ട് നിങ്ങൾക്ക് അഡ്രസ് തന്നോ? അതെ. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നേ? സുനന്ദ അശ്വനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാൻ വന്നല്ലേ? നിങ്ങളുടെ തലയ്ക്ക് എന്താ സുഖമില്ല അമ്മായി? ഇത്രയും ആളുകൾ ഇത്രയും ദൂരം വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ നിങ്ങളുടെ മകളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നത്? അതാണല്ലോ കൂടുതൽ അടുത്ത്. ഭ്രാന്താണ് ഞങ്ങക്ക്. അമ്പലത്തിൽ തൊഴാൻ വന്നതാണെന്ന് അവർ പറഞ്ഞില്ലേ അമ്മേ? പിന്നെ എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കുന്നേ? എടാ, നീയൊക്കെ കാണിച്ചോട്ടിയത് ഇപ്പോഴും മറക്കാത്തോണ്ട്. അതെ, പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലേ ഞങ്ങൾക്കത് അന്നേ വരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. അത് ചെയ്യാത്തോണ്ടാ നിങ്ങളുടെ മകൾ ഇപ്പോഴും ഭർത്താവിന്റെ ഒപ്പം ജീവിക്കണേ. അത് മറക്കല്ലേ. ഹരീഷ്, സുനന്ദേ, ദാ പുറത്തുണ്ട്, ഇങ്ങോട്ട് വാ. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കി. അല്ല സുഭാഷ് ഏട്ടൻ. സുഖാണോ? ഇവര് തൊഴാൻ വന്നത് ആണോ? ഓ, അത് നന്നായി. എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. ഞാൻ ലഗേജ് എടുത്തിട്ട് ചെറിയ ബാഗ് എടുത്തോണ്ട് വന്നെടുക്കടേ.